കേരളത്തിലെ നാണംകെട്ട മാധ്യമ പ്രവർത്തകരോടാ പറയുന്നത്, ഈ ശിഖണ്ഡികളോട്. എന്നാ ജേർണലിസ്റ്റ് എന്നാണ് ഇവറ്റകളെ വിളിക്കല്. ഈ നാണംകെട്ട വർഗത്തോട് പറയാ, നീയൊക്കെ ഈ കോലും പിടിച്ചിട്ട് ബോംബെയിൽ കാമാട്ടിപ്പുഴയോ അല്ലെങ്കിൽ ഒപ്പേര ഹൗസോ ഗ്രാൻഡോടോ പോയിട്ട് വല്ലതും കിട്ടുമോ നോക്ക്. മനസ്സിലായ? നിർത്തടാടോ ഇനിയും നിനക്കൊക്കെ പൈങ്കടിക്കാത്ത. ഇത് ഏത് കാലം തുടങ്ങിയതാണോ രാഹുലിന്റെ പുറകെ നിങ്ങൾ ഈ മണപ്പിച്ച് നടക്കൽ തുടങ്ങിയിട്ട്? ആ മനുഷ്യൻ വളരെ ക്ലിയർ കട്ടായിട്ട് ഇന്നലെ പറഞ്ഞില്ലേ, രാജ്യത്തിന്റെ നിയമത്തിന് മറികടന്നുകൊണ്ട് ഒരു ക്രൈമും ചെയ്തിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുക മാത്രമല്ല, കോടതിക്കകത്തും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളെയൊക്കെ വിശ്വാസം. എന്നിട്ട് ആ വിധി വരുന്നതിന് മുമ്പ് വീണ്ടും 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 നിങ്ങൾ ഈ പൈങ്കിളി കഥയും കൊണ്ടുവന്നിട്ട് ഇതിന്റെ ചാനൽ റേറ്റ് കൂട്ടിയിട്ട് അതിൽ നിന്ന് നക്കുന്നതിലും ഭേദം, നക്കി തിന്നുന്നതിലും ഭേദം ഈ രാഹുലൊക്കെ വേസ്റ്റ് കൊണ്ടുപോകുന്ന കാഷ്ട ഉണ്ടത്, കാലത്തെ കാഷ്ട, അത് പോയി ഒരു സ്പൂണും കൊണ്ട് ഒരു വാരി തിന്നണം നീയൊക്കെ. അതാ നല്ലത്. ഈ രാജ്യത്ത് നടക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഈ രാജ്യത്ത് അറുംകൊല നടക്കുന്നുണ്ട് സ്റ്റേറ്റിനകത്ത്. ഈ ഇവിടെ മയക്കുമരുന്നിന്റെയും പിന്നെ എന്താ പറയേണ്ടത് ക്രിമിനൽ പാശ്ചാത്തമുള്ള തെമ്മാടികളും വളർന്നു വരുന്നുണ്ട്. അതിനൊക്കെ എതിരെ ഒന്നും ശബ്ദിക്കാതെ കാലത്ത് എഴുന്നേറ്റിട്ട് ഏതെങ്കിലും കൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരുത്തിയെ വിളിച്ചുകൊണ്ട് അവിടെ ഇരുത്തിയിട്ട് കൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ട് മയക്കും മണ്ണാക്കിലേക്ക് തിരികെ കൊടുത്തിട്ട് അതിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ചാനൽ റൈറ്റ് ഉണ്ടാക്കുന്നതിലും ഭേദം ഉണ്ടല്ലോ. നീയൊക്കെ പണി വേറെ എടുക്കണം പോയിട്ട്, നാണം കെട്ടവരെ കേട്ടാ. ഏതാണ് ഈ സ്ത്രീ ഇന്ന് രാവിലെ തന്നെ വന്നിട്ട് കുളയ്ക്കുന്ന കേൾക്കുന്നത്? രാഹുൽ കോഴിയാവുമല്ലോ. കോഴി നിന്റെ വീട്ടിലുള്ള ആണുങ്ങളായിരിക്കും, രാഹുലല്ല. രാഹുൽ എന്താണ് എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. അന്തം കമ്മികളെയും ചാണകങ്ങളും മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ എതിരാളികളായതിന്റെ പേരില്ല, അല്ലെങ്കിൽ അവർക്കും കൃത്യമായിട്ട് അറിയാം. അവർ വിമർശിക്കും ആ രാഷ്ട്രീയ എതിരാളിയായതിന്റെ പേര്. പ്രത്യേകിച്ച് രാഹുൽ CPM-നെതിരെയുള്ള അവരെ കൊള്ളരുതായ്മയും അവരെ കാരണഭൂതത്തിനെയൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ മുഖത്ത് നോക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ പേരിൽ അതവിടെ നിൽക്കട്ടെ. പക്ഷേ കോൺഗ്രസിനകത്തുള്ള കുറച്ച് ഇപ്പം വന്ന് കുളിച്ച് പൊട്ടിയൊക്കെ തൊട്ടിട്ട് എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാ ആ സ്ത്രീ വിളിച്ച് പറയുന്നത്. ആ സ്ത്രീനെ ഇപ്പോഴും പാർട്ടിക്കകത്ത് വെച്ചിരിക്കുക മറ്റുള്ളവർ. അതിനൊക്കെ അടിച്ച് വെളിക്കളയുടെ ധൈര്യമുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന് സ്റ്റേറ്റ് പ്രസിഡന്റ് ഇല്ലേ, എവിടെ അവനൊക്കെ പോയത്? വായ തുറക്കരുന്ന് പറയടാ. ഇപ്പം ഒരു സ്റ്റേറ്റിനകത്ത് തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയൊരു യാത്രയൊക്കെ നടത്തില്ലേ, പദയാത്രയൊക്കെ ഇല്ലേ, അതിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അല്ലാതെ ഇത് രാവിലെ തന്നെ കുളിച്ച് ഇത് വിട്ട് വന്ന് മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് എന്തോ വലിയ ആളാവാന്ന് വെച്ചിട്ടാ അങ്ങനെ വെച്ചിട്ടാ ഇതൊക്കെ വന്നിട്ട് പറയുന്നത്. രാഹുലിന് ഞാൻ അയച്ച മെസ്സേജ് ഇവിടെ പൊക്കിയം കാണിക്കുക. ഇതിപ്പോ എന്താ വേണ്ടത്? പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് വരുമ്പോ സ്ത്രീയും പുരുഷനൊക്കെ ഉണ്ടാകുമ്പോ സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കൂ. ആ സംസാരിക്കുന്ന ചില വാക്കുകൾ എടുത്തിട്ട് ആ തരത്തിലേക്കാണ് അവർ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾ ഭാവനയിൽ നിന്ന് കഥയുണ്ടാക്കിയിട്ട് പറയുമ്പോ അത് വിശ്വസിക്കാൻ മാത്രം മതയം കേരളത്തിലെ പൊതുസമൂഹം അതെയോ? എന്നിട്ട് ഇന്ന് രാവിലെ തുടങ്ങി വീണ്ടും രാഹുലിന്റെ ഒരു പൂടൊക്കെ തൊടാൻ കഴിയോ? നിങ്ങൾക്ക് തൊടാൻ കഴിയോ? തൊടാൻ കഴിയത്തില്ല. അത് രാഹുൽ ജനപിന്തുണയുള്ള നേതാവാ. അവൻ എവിടെ നിന്ന് കഴിഞ്ഞാലും നല്ല ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ജയിക്കും. മനസ്സിലാക്കിക്കോ, അവൻ നിൽക്കുവാണെങ്കിൽ കേട്ടാ. എന്നിട്ട് കുറെ കണ്ട അലവലാതി സ്ത്രീകളെയൊക്കെ പിടിച്ച് കൊണ്ടേ അങ്ങ് ഇരുത്തിയിട്ട് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയത് എന്തിനാണ്? നീയൊക്കെ പിന്നെ ഇതിനകത്ത് നിൽക്കുന്നത്? ഇറങ്ങി പോരാ നീക്കൊക്കെ. നീ പറ ഇതിന് മുമ്പും കോഴിയാണ് പിന്നെ നീ ഇതിനകത്ത് കളിച്ചു തൂങ്ങിക്കുന്നത്. നിന്നോട് ആര് നിൽക്കാൻ പറയും? ഇറങ്ങിപ്പോടി. തന്റെ ഉണ്ടെങ്കിൽ നട്ടലുണ്ടെങ്കിൽ നല്ല കുടുംബത്തിൽ പറഞ്ഞാണെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കണ്ട. അല്ലാതെ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വീണ്ടും വീണ്ടും വന്ന് പ്രസ്ഥാനത്തെ പ്രതിരോധത്തിലാക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തുകയല്ലോ നീയൊക്കെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ രാജ്യത്തൊരു നിയമ സംവിധാനം ഉണ്ടോ? അവരെ കൊണ്ട് കൈ പരാതി കൊടുക്ക്. നാണം കെട്ടവളൊക്കെ വന്നിട്ട് എന്നിട്ട് ആദ്യം മയക്കും പിടിച്ചിട്ട് കുറെ ഇജിട മാധ്യമങ്ങളും നാണം കെട്ടപ്പോ പണി വേറെ ഇല്ലടാ നിങ്ങൾക്ക്. വേറെ എന്തെങ്കിലും പണി പോയി എടുക്കടാ. നാണം കെട്ട വർഗങ്ങൾ കാലത്ത് വാർത്ത നോക്കുമ്പോൾ തുടങ്ങി രാഹുൽ. ആ ടോപ്പിക് ഇന്നലെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ രാഹുലിന്റെ കാര്യങ്ങൾ രാഹുൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവൻ അനുഭവിച്ച കാര്യം. അപ്പൊ അത് ആ ടോപ്പിക് അവിടെ അവസാനിപ്പിച്ചു. ഇനി കോടതിക്കകത്ത് നടക്കുന്നുണ്ട് കാര്യങ്ങൾ, അത് നടക്കട്ടെ. കോടതി പോലും പറഞ്ഞിട്ടുണ്ട് അതിനകത്തൊരു ക്രൈമും ഇല്ല. രാജ്യത്തിന്റെ നിയമ സംവിധാനം എന്താണോ അനുശാസിക്കുന്നത് അതിനപ്പുറത്തേക്ക് മറികടന്നിട്ട് ഒരു കാര്യവും പുള്ളി ചെയ്തിട്ടില്ല എന്ന് വളരെ ക്ലിയറായി പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും വീണ്ടും കാലത്ത് വന്നിട്ട് രാഹുൽ ഇങ്ങനെ അവൻ കോഴി എല്ലാവർക്കും ഇപ്പൊ കടുക്കവെള്ളം കൊടുക്കാം. മനസ്സിലായ? നീയൊക്കെ ഇവിടെ ഇറങ്ങുന്നതുകൊണ്ട് കടുക്കവെള്ളം കുടിപ്പിക്കാം. മുഴുവൻ പുരുഷന്മാറിയോ? ഉളുപ്പ് വേണ്ടടി, ഉളുപ്പ്. നാണവും മാനവും ഇല്ലാത്ത വർഗങ്ങൾ. എന്നിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സാഹിത്യത്തിന്റെ എന്തോ കുണാണ്ടസ്, എന്ത് സാഹിത്യമാണ് നീയൊക്കെ പറയുന്നത്? ഉറപ്പുണ്ടോ എനിക്ക്? ഇതൊക്കെ വന്നിട്ട് മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് പറയാൻ അന്തസ്സുള്ള തറവാട്ടിലെ പെൺകുട്ടികളെ